നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു റൈസിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ മഴയൊക്കെ മാറി നല്ല തെളിഞ്ഞ ഒരു കാലാവസ്ഥയാണ് ഇന്ന്. അപ്പോൾ നമുക്ക് ഇന്ന് ചിക്കൻ മജ്ബൂസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് 1 കിലോ ചിക്കൻ ഇതുപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് അതിനകത്ത് മസാല തേച്ച് പിടിപ്പിക്കുക. നമ്മൾ മസാല തേച്ച് പിടിപ്പിക്കുക ചിക്കനിലേക്ക്. അപ്പോൾ നമ്മൾ മജ്ബൂസ് മസാല ഒരു 2.5 ടീസ്പൂൺ ചേർക്കുക. അതുപോലെ പെപ്പറിക്ക പൗഡർ 1 ടീസ്പൂൺ. പെപ്പറിക്ക പൗഡറിന് പകരം എരിവില്ലാത്ത മുളക് പൊടി ചേർത്താലും മതി. കുറച്ച് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. പിന്നെ പകുതി നാരങ്ങയുടെ നീര് ചേർക്കുക. പിന്നെ 10 അല്ലി വെളുത്തുള്ളി ചതച്ചത് ചേർക്കുക. മീഡിയം സൈസിലാണെങ്കിൽ ഒരു 5 അല്ലി ചതച്ചത് ചേർത്താൽ മതി. പിന്നെ ഒരു കളർ കിട്ടാൻ വേണ്ടി കുറച്ച് ഫുഡ് കളറും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്. എല്ലാം കൂടെ പുരട്ടി ഒരു 30 മിനിറ്റെങ്കിലും നമുക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ഇത് കുക്കറിനകത്ത് കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒലിവ് ഓയിൽ എന്ന് പറയുമ്പോൾ ഒരു 1/4 കപ്പ് ഒലിവ് ഓയിൽ, ഈ അടി പിടിക്കാതിരിക്കാൻ വേണ്ടി 1/4 കപ്പ് ഒലിവ് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓയിലിൻ്റെ അളവ് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറയ്ക്കാം. നമ്മൾ ഓയിൽ ചേർക്കുമ്പോൾ കുറച്ച് ഒരു ടേസ്റ്റും കൂടി കിട്ടും. നിങ്ങൾക്ക് ഒലിവ് ഓയിലിന് പകരം വെജിറ്റബിൾ ഓയിൽ ചേർക്കാവുന്നതാണ്. പിന്നെ നമ്മൾ പുരട്ടി വെച്ചിരിക്കുന്ന ആ പാത്രത്തിൽ തന്നെ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തതിന് ശേഷം ഒന്നും കൂടി ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മൾ 3 ഗ്ലാസ് അരിയാണ് എടുത്തേക്കുന്നത്. അത് വേവിച്ച് വെച്ചേക്കുന്നതാണ്. 70% വേവിച്ച് വെച്ചിരിക്കുന്ന അരിയാണിത്. ഏലക്ക, ഗ്രാമ്പൂ, പിന്നെ ഒരു ഉണക്ക നാരങ്ങ, കുറച്ച് റോസ് വാട്ടർ, ഇതെല്ലാം കൂടി ഇട്ട് ഉപ്പും കൂടി ഇട്ട് വേവിച്ച് വെച്ച അരിയാണിത്. അപ്പോൾ അതൊരു 70% വേവിച്ചാൽ മതി. ബാക്കി ഇതിനകത്ത് കിടന്ന് വേവാനുള്ളതാണ്. അപ്പോൾ അരി കുക്കറിനകത്തോട്ട് ആഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ അതിനകത്ത് ആഡ് ചെയ്ത സ്പൈസസൊക്കെ നമുക്ക് റിമൂവ് ചെയ്ത് മാറ്റാവുന്നതാണ്. നമ്മൾ ഉണക്ക നാരങ്ങ ഇട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ അത് ഞാൻ മാറ്റുന്നുണ്ട്. പിന്നെ അതുപോലെ ഏലക്കായും ഗ്രാമ്പും ഒക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് മാറ്റിയെടുക്കാം, ഇഷ്ടമല്ലാത്തവർക്കല്ലാത്ത. ഇപ്പം കിടക്കുന്നതുകൊണ്ടൊന്നും കുഴപ്പമൊന്നുമില്ല. പിന്നെ നാരങ്ങ അതിനകത്ത് കിടന്നാൽ പിന്നെ ഓവറായിട്ട് അങ്ങ് കുക്കായി അതൊരു കളറൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് ഞാനത് മാറ്റി. പിന്നെ ഗ്രാമ്പും ഏലക്കായും മാറ്റാവുന്നതാണ്. ഇനി നമുക്ക് കുറച്ച് കളറിന് വേണ്ടി കുറച്ച് ഫുഡ് കളർ ഇതുപോലെ ചേർക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി പാലിനകത്തോ വെള്ളത്തിനകത്തോ ചാലിച്ചും ചേർക്കാവുന്നതാണ്. ഇതുപോലെ കുങ്കുമപ്പൂവും പാലിനകത്ത് ചാലിച്ച് ഇതുപോലെ കളറിന് വേണ്ടി ചേർക്കാവുന്നതാണ്. ഇത് ഓപ്ഷണലാണ് കേട്ടോ, ഒരു ഭംഗിക്ക് വേണ്ടി ചേർക്കുന്നേ ഉള്ളൂ. വേണമെങ്കിൽ ഇതിനകത്ത് പച്ചമുളകൊക്കെ നമുക്ക് വെക്കാവുന്നതാണ്. ഞാൻ പച്ചമുളക് യൂസ് ചെയ്തില്ല. കുട്ടികൾക്ക് കഴിക്കുന്നതുകൊണ്ട് കുറച്ച് എരി കുറയട്ടെ ഓർത്ത് അത് പച്ചമുളക് യൂസ് ചെയ്തിട്ടില്ല. ഇനി നമുക്ക് കുക്കർ അടച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ വരെ വേവിച്ചെടുക്കാം. ഇനി പ്രഷറെല്ലാം പോയതിന് ശേഷം ഇതുപോലെ കുക്കർ തുറന്ന് നമ്മളൊരു പാത്രത്തിനകത്തോട്ട് ഇത് ഒന്ന് കുടഞ്ഞിടുക. അപ്പോൾ കുടഞ്ഞിട്ടതിന് ശേഷം ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് കുക്കർ ഒരു വിസിൽ കഴിഞ്ഞാൽ പ്രഷർ പോയ ഉടൻ തന്നെ തുറന്ന് നോക്കണം, അല്ലെങ്കിൽ അങ്ങ് കുറച്ച് കുക്കായി പോകും അരി കേട്ടോ. നമുക്കതിന് സൈഡ് ഡിഷായിട്ട് ഒരു ടൊമാറ്റോ ചട്നിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. ടൊമാറ്റോ ചട്നി ഇതിൻ്റെ എല്ലാ റെസിപ്പി നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ടൊമാറ്റോ ചട്നി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു തക്കാളി എടുത്തിട്ടുണ്ട്. അതുപോലെ ചെറിയൊരു സവാളയുടെ ഹാഫ് പോർഷൻ, പിന്നെ ഒരു പച്ചമുളക്, പിന്നെ ചെറിയ വെളുത്തുള്ളി, ഉപ്പ്, നാരങ്ങാനീര് അല്ലെങ്കിൽ വിനാഗിരി, ഇതെല്ലാം കൂടി ഇട്ട് ഒന്ന് ചോപ്പറിനകത്തിട്ടാണ് അരച്ചേക്കുന്നത്. അപ്പോൾ മിക്സിക്കകത്തിട്ട് അരച്ചാലും ഒന്നും കൂടി നല്ലതായിട്ട് അരഞ്ഞു വരും. അപ്പം ചെറിയ തരിയായിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ ചോപ്പറിനകത്തിട്ടൊന്ന് അരച്ചാൽ മതി. അപ്പം ചെറുതായിട്ടൊന്ന് കടിക്കുന്ന രൂപത്തിൽ കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.